ഈ വൈറൽ വീഡിയോ ഉണ്ടാക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അത് നാനോ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, മാക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ നാനോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് ചെറിയ ഇപ്പോൾ ഒരു കുടുംബത്തിലെ ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു യൂട്യൂബ് ചാനൽ, അതിൽ ഒന്നോ രണ്ടാളൊക്കെ പ്രൊമിനൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ എങ്ങനെയാണ് വലിയൊരു കമ്മ്യൂണിറ്റിയെ, അവരുടെ ചുറ്റുപാടുമുള്ള വലിയൊരു കമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അവർക്കും ഒരുപാട് ഒരു 20K 30K അല്ലെങ്കിൽ 50K വ്യൂവർഷിപ്പ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ. എന്നാൽ നമ്മൾ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു വലിയ ജിയോഗ്രാഫിക്കൽ സ്പേസിനകത്ത് ഒരു പ്രത്യേക ഏരിയയിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ മാക്രോ ഇൻഫ്ലുവൻസേഴ്സിൽ വരുമ്പോൾ ഒരു പാൻ ഇന്ത്യ ക്യാൻവാസിൽ അവർ വലിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ വൈറൽ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി രസമായിട്ട് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കൂടി ശ്രദ്ധിക്കുന്നത് ഭയങ്കര രസമായിരിക്കും ഒരു പേഴ്സണാലിറ്റി ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട്.